ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഈ ഒരു നെറ്റിൻ്റെ ഷോൾ വെച്ചിട്ടൊരു ടോപ്പ് ആൻഡ് പലാസോ പാൻറ്റാണ് കേട്ടോ. 2 വയസ്സായ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് അത്യാവശ്യം നല്ലൊരു വർക്കുള്ള ലെഹങ്കേൻ്റെ ഒക്കെ ഒരു ഷാളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു അളവാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് വരുന്നത് ഏകദേശം ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ ആ ഒരു ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് തുണിയിലോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പർ പാറ്റേൺ ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലൊരു പേപ്പർ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു അളവ് തന്നെയാണ്. ഞാൻ ടോപ്പിൻ്റെ ആ ഒരു ഇറക്കം എടുത്തിട്ടുണ്ട്, പിന്നെ നെക്കൊരു ആ ഒരു മോഡലും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു നെറ്റിൻ്റെ ഷോള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷോളിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ബാക്കി കൊണ്ട് ഒരു ഫ്രോക്കും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം തുണി വേസ്റ്റ് ആക്കാതെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യണത്. ഇപ്പോൾ മുകളിലത്തെ ആ ഒരു ടോപ്പിന് നമ്മൾ ഈ ഒരു വർക്കുള്ള ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മേത്ത് കുത്തണമെന്ന് പറഞ്ഞിട്ട് ഇടാതിരിക്കുകയാണാവുക. അതാണ് ഇപ്പോൾ എൻ്റെ പേടി. ചെറിയ കുട്ടിയാണ്, 2 വയസ്സായ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കണം, പിന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോണത് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രേപ്പ് തുണി ഇവിടെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിന് ഇത് പാൻറ്റൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തുണി നമുക്കൊരു ഫ്രോക്കും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ചിങ്ങിലോട്ടൊക്കെ കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പ് നമ്മൾ ലൈനിങ് ഇട്ടിട്ട് മറിച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിബും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈ നമ്മൾ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മൾ ഇത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അത് ഉള്ളിലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തുമ്പൊക്കെ ഇതുപോലെ ഇനി ഒന്നുമില്ല, ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റാണ് സ്റ്റിച്ച്. ആ ഒരു ഷോളിൻ്റെ സൈഡ് ഭാഗത്ത് ഈ ഒരു ലേസ് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പാൻറ്റും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പാൻറ്റും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻറ്റ് നമ്മൾ സാധാ രീതിയിൽ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ്. നമുക്ക് എലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ
സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബാൻഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് മേലെ കൂടെ ആ ഒരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ നെറ്റും ആ ലൈനിങ് കൂടി കൂട്ടി അടിക്കാതെ നമ്മൾ ഫ്രോക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.